എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ECR റോഡിന് ഫ്രണ്ടിലായിട്ടാണ്. ECR റോഡെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് മഹാബലിപുരം, പോണ്ടിച്ചേരിയൊക്കെ പോകുന്ന റോഡ്. അവിടെ മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദക്ഷിൺ ചിത്ര എന്നുള്ള ലിവിങ് ഹിസ്റ്ററി മ്യൂസിയം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ദക്ഷിൺ ചിത്ര മ്യൂസിയം വരുന്നത്. ഇതൊരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയമാണ്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പം, അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ അകത്തേക്ക് കയറിയാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ വാഹനമൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയയും ഇല്ല എന്താണ് ദക്ഷിൺ ചിത്ര എന്നുള്ളത്. നമ്മൾ അകത്തേക്ക് കയറി ഇവിടെയായിട്ട് എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ക്യാമറയുടെ ഫീസും ഒക്കെ അടച്ചു. അങ്ങനെ നമ്മൾ ദക്ഷിണ ചിത്രയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പഴയ ലാറി ബേക്കർ സ്റ്റൈലിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്രാഫ്റ്റ് ഷോപ്പുണ്ട്. നമുക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പെയിൻറ്റിങ്സ്, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ദക്ഷിൺ ചിത്ര എന്നത് എന്താണെന്ന് നമുക്കൊരു ഐഡിയയുമില്ല. അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയായിട്ട് ടെറാക്കോട്ടയിൽ ചെയ്തെടുത്ത പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാം. നോർമലി നമ്മൾ വിചാരിച്ചത് ഇതിൻ്റെയൊക്കെ ഒരു പാക്കേജ് ആയിരിക്കും, അതായത് സാധാരണ മ്യൂസിയത്തിലൊക്കെ കാണുന്ന പോലുള്ള തനതായ കാഴ്ചകളായിരിക്കും ഇവിടെയും എന്നാണ്. പക്ഷേ അതല്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇവിടെയായിട്ട് നമുക്കൊരു വീഡിയോ റൺ ചെയ്യുന്നുണ്ട്. ദക്ഷിൺ ചിത്ര എന്താണ്, അവിടെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ കുറച്ചു നേരം ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം പതിയെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വളരെ വലിപ്പമുള്ള ഒരു, അതായത് നമ്മൾ ആ കയറി വന്നപ്പം കണ്ട എൻട്രൻസ് ഇല്ലേ, ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നാണ് ഈ ഒരു ഭാഗം എല്ലാം വരുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ തറവാട്ട് വീടിനോടൊക്കെ സാമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റേത്. വളരെ വലിപ്പമുള്ള നടുമുറ്റവും അതിനോട് ചേർന്ന് തിണ്ണയോടുമൊക്കെ കൂടിയ ഒരു സ്ട്രക്ചർ, അതായത് പഴയ മനയുടെയും ഒക്കെ ഒരു രൂപത്തിലുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഇതിനുള്ളിലായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. തൃശ്ശൂരുള്ള ഒരു ചേച്ചിയാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഒരുപാട് സീറ്റിംഗ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം നമുക്കിരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ താലി മീൽസൊക്കെ പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദക്ഷിൺ ചിത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു വീടാണ്. ഈ വീട്, അതായത് ദക്ഷിൺ ചിത്രയിൽ ചെയ്യുന്ന എന്താണെന്ന് പറയാം, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഒരു നേർക്കാഴ്ചയാണ് ദക്ഷിൺ ചിത്ര. പേര് പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ പലരുടെയും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ആ ഒരു ലിവിങ് സ്റ്റൈൽ, ഇതെല്ലാം ആണ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സാധാരണ ഒരു മിഡിൽ സെഗ്മെൻറ്റിലുള്ള ഒരു ആന്ധ്രാപ്രദേശിലെ വീടാണ്. ഇത് ശരിക്കും ഉള്ള വീട് തന്നെയാണ്. അത് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് റീസ്ട്രക്ചർ ചെയ്ത് ഇന്നീ കാണുന്ന രൂപത്തിൽ ആക്കിയതാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു 10-200 വർഷം മുമ്പ് ഈ കാണുന്ന ഒരു രൂപത്തിലായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഒരു മിഡിൽ സെഗ്മെൻറ്റിലുള്ള വീടുകൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കയറിയത് അതിൻ്റെ ഒരു അടുക്കള ഭാഗത്തൂടെയാണ്. അപ്പോൾ കിണറുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അകത്തേക്ക് വരുമ്പം, അതായത് ഇന്നത്തെ രീതി നമ്മൾ പറയുവാണെങ്കിൽ ലിവിങ് റൂമിനോട് ചേർന്ന് ഒരു തറിയൊക്കെ കോമൺ കാഴ്ചയായിരുന്നു പഴയ ആന്ധ്രാപ്രദേശിലെ വീടുകളിൽ. ചെറിയൊരു നടുമുറ്റമൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി. അതിന് സമീപത്തായിട്ട് മറ്റൊരു വീട് നമുക്ക് കാണാം. ഇത് ശരിക്കും ഒരു ഫിഷർമാൻസ് ഹട്ടാണ്. ഇതും ആന്ധ്രാപ്രദേശിലെ തന്നെയാണ്. ഇത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ കഴിവതും പഴയ വീടുകളൊക്കെ അതുപോലെ തന്നെ പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ റീബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ഹട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഓലമടഞ്ഞായിരുന്നു വീടുകൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പനയോലയിൽ ചെയ്തെടുത്തതാണ്.
അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്പോൺസേഴ്സും ഉണ്ട് കേട്ടോ, ഇതൊക്കെ ചെയ്യുന്നതിനും ഇതൊക്കെ ഈ രീതിയിൽ റീറ്റെയിൻ ചെയ്യുന്നതിനും. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ്, ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് ചുറ്റിനും ഒരു ചെറിയ തിണ്ണ കൊടുത്തിട്ടുണ്ട്. തിണ്ണ എന്ന് വെച്ചാൽ വരാന്ത. അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറിയാലും അകത്തെ റൂമുകളൊക്കെ ആണെങ്കിലും ഒരു സർക്കുലർ രീതിയിൽ ഒരു ഹാഫ് കട്ട് ചെയ്താണ് ഇവിടെ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അതിനുള്ളിലായിട്ടാണ് അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന ഭക്ഷണം സൂക്ഷിക്കേണ്ട രീതിക്കൊക്കെ ആ ഭാഗം സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ആ ഒരു ആർട്ട് ഗാലറിയിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. വാരിജ ആർട്ട് ഗാലറി. നല്ല വലിപ്പമുള്ള നല്ല രീതിയിൽ പിക്ചേഴ്സൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണിത്. പിക്ചേഴ്സ് മാത്രമല്ല, നമ്മൾ ഈ ഒരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കർണാടകയിലെ ഒരു വീട്ടിലേക്കാണ്. ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലെ പല വീടുകൾ, അതായത് കേരളത്തിൽ നിന്നുള്ളതും കർണാടകയിൽ നിന്നുള്ളതും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളതും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതും തെലുങ്കാനയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിലെയും വീടുകൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും അതിൻ്റെ അഡിഷൻ കൂടിക്കൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് കല്ലുകൊണ്ട് പണിത ഒരു വീടാണ്. ഏകദേശം 250 വർഷം പഴക്കമുള്ള വീടാണിത്. അത് അതേ രീതിയിൽ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ കാണാം. അപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്രതിഷ്ഠയുമൊക്കെ ഉണ്ടാവും. വളരെ മികച്ച രീതിയിൽ അവരത് ടേക്ക് കെയർ ചെയ്യുന്നുമുണ്ടായിരിക്കും. അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു സെൻട്രൽ പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു പൂജാമുറിയും ഒക്കെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് തല കുനിക്കാതെ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 3-3.5 അടി പൊക്കമേ ആ ഒരു വാതിലിനുള്ളൂ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്. താമസിക്കുന്നത് അതേ വീടിൻ്റെ ഒരു ഭാഗത്തും അവിടെ നിന്നും ഒരു സെപ്പറേഷൻ കൊടുത്താണ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് കർണാടകയിലെ ഈ കാണുന്ന വീട് രൂപപ്പെടുത്തിയിരുന്നത്. ശരിക്കും നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. ഞാനിവിടെ 2-3 വീടുകളെ നമുക്ക് ഈ പറയുന്ന ഒരു 10-15 മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ നമ്മളിവിടെ വന്നാൽ ഏകദേശം 27 വീടുകൾ എങ്ങാണ്ട് ഇവിടെ ഉണ്ട്. 27 വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ എടുത്താൽ തന്നെ പല രീതിയിലുള്ള വീടുകളുണ്ട്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജോലിയും ഒക്കെ അനുസരിച്ച് രൂപത്തിലും ഭാവത്തിലുമുള്ള വീടുകളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയുള്ള വീടുകളും. ഇപ്പം നമ്മൾ ഈ കാണുന്ന വീടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രൗഢിയുള്ള വീടാണ്. അതായത് ഒരു ജന്മി അല്ലെങ്കിൽ ഒരു നാടുവാഴി അങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വീടാണ് ഇത്. ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡെബോറ ത്യാഗരാജൻ എന്ന് പറയുന്ന അമേരിക്കൻ ഒറിജിനായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇന്ന് ഈ കാണുന്ന ദക്ഷിൺ ചിത്ര എന്നുള്ള ഈ ഒരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഉപജ്ഞാതാവ്. 1984 മദ്രാസ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ അവർ സ്ഥാപിച്ചു. ആ ക്രാഫ്റ്റ് ഫൗണ്ടേഷനാണ് ഇന്ന് ഈ കാണുന്ന ദക്ഷിൺ ചിത്ര മ്യൂസിയം ടേക്ക് കെയർ ചെയ്യുന്നത്. അതിനുള്ള ഐഡിയ ഡിബോറയ്ക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പല റൂറൽ ഏരിയാസിൽ അവർ സഞ്ചരിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലായി എവിടെയായാലും, അതായത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും റൂറൽ ഏരിയസിലേക്ക് പോകുമ്പം അവരുടെ ജീവിത രീതി തന്നെ വ്യത്യസ്തമാണ്. അപ്പം അതിനെ ഷോക്കേസ് ചെയ്യാനായിട്ട്, അതായത് റൂറൽ ഏരിയാസിലും ടൗൺ ഏരിയാസിലും ആൾക്കാരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് ശരിക്കും ഡിബോറ MCF എന്ന ഫൗണ്ടേഷൻ, അതായത് മദ്രാസ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്.
അത് 1984 ശേഷം 1996 ഡിസംബർ 14 ദക്ഷിണ ചിത്ര സ്ഥാപിതമാകുന്നത്. അന്നതൊരു പക്ഷേ സ്ഥാപിക്കുമ്പോൾ അവർക്ക് തോന്നിക്കാണില്ല, അവരൊരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയം എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേങ്കിൽ ഇതൊരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയം എന്നതിനപ്പുറം പല സിവിൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ്, അവർക്കൊക്കെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ കാണുന്ന ദക്ഷിൺ ചിത്ര. കാരണം പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു വീടുകൾ ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇവിടുന്ന് വളരെ മികച്ച രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചും അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചും ഒക്കെയുള്ള വീടുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് മൺകലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളുടെ വീടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് അഗ്രഹാരങ്ങളും ഒക്കെയാണ് തമിഴ്നാട്ടിലെ. അപ്പോൾ അതുപോലെ തന്നെ ചെട്ടിനാട് സ്റ്റൈലിലുള്ള വീടുകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇത് ഒരു അഗ്രഹാരത്തിൻ്റെ ഉൾവശമാണ്. ബ്രാഹ്മണൻ്റെ വീടും ക്ഷത്രിയൻ്റെ വീടും അതുപോലെ തന്നെ വൈശ്യരുടെ വീടും എല്ലാം അവർ ചെയ്യുന്ന ജോലിക്കും അവർക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിനും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അവിടെ മാത്രമല്ല, കേരളത്തിലും അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പടിപ്പുരയോട് കൂടിയ ഒരു പഴയ വീടാണ്. ഈ വീട് ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. അറയും നിരയും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴയ 4 കെട്ട് വീടാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കേരളത്തിലെ അതേ രീതിയിൽ തെങ്ങും മാവും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് കൊടുത്തിരിക്കുന്ന പേര് കൂത്താട്ടുകുളം വീടെന്നാണ്. പക്ഷെങ്കിൽ കേരളീയരായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പഴയ ക്രിസ്ത്യൻ തറവാടാണെന്നുള്ളത്. അപ്പം ഇതും കേരളത്തിൽ നിന്ന് അതേ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ റീബിൽഡ് ചെയ്തെടുത്തതാണ്. കൂടാതെ ഇതൊരു പഴയ നായർ തറവാട് അല്ലെങ്കിൽ ഒരു ഹിന്ദു വീടെന്നൊക്കെ നമുക്ക് പറയാം. അതിനോട് ചേർന്ന് നമുക്ക് ഒരു പശുത്തൊഴുത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി ഞാൻ പറഞ്ഞു. എങ്ങനെയാണോ ആ ഒരു വീടിൻ്റെ, അതായത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ആ വീടിൻ്റെ ചുറ്റുവട്ടം അതേപോലെ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിൽ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദക്ഷിൺ ചിത്ര. ചെന്നൈയുടെ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഇതുപോലുള്ള മനോഹര കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തും. അതുവരെ ബൈ.